നമുക്ക് മുട്ട വെച്ചിട്ട് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാൻ ഒരു പലഹാരം ഉണ്ടാക്കണം എങ്ങനെയാന്ന് നോക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഞാൻ 2 മുട്ടയും 2 ഉരുളക്കിഴങ്ങും വെച്ചാട്ടോ ഉണ്ടാക്കുന്നത്. എങ്ങനെയാന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് 2 ബ്രെഡാണ് എടുത്തേക്കണേ. 2 ബ്രെഡ്, 2 മുട്ട, 2 ഉരുളക്കിഴങ്ങ്, 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി, ഒരു അര നാരങ്ങ നീര്, ഗാർലിക് പേസ്റ്റ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, സവോള കുഞ്ഞായിട്ട് അരിഞ്ഞത്, ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ഇടിച്ച മുളകില്ലേ അത്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/4 ടീസ്പൂൺ, കറിവേപ്പിലേക്ക് പകരം മല്ലിയില ഉപയോഗിക്കാം കേട്ടോ ഇഷ്ടമുള്ളവർക്ക്, ക്യാപ്സിക്കം ഒരെണ്ണം കുഞ്ഞായിട്ട് അരിഞ്ഞത്. ഇത്രയും സാധനങ്ങളാണ് ഇതിന് വേണ്ടത്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതെല്ലാം കൂടെ ഒരു ബൗളിലിട്ടിട്ട് നന്നായിട്ട് കുഴയ്ക്കണം. അപ്പോൾ കുഴച്ച് കാണിച്ചു തരാം. വെള്ളം ഒട്ടും ചേർക്കരുത്, ഒരു ശകലം പോലും വെള്ളം ചേർക്കരുത്. നന്നായിട്ട് കുഴച്ചെടുക്കും. ഇതെല്ലാം കൂടെ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ ആട്ടോ ഞാൻ ചേർത്തേക്കണേ. ഇഞ്ചി വെളുത്തുള്ളി ചേർക്കുകയാണെങ്കിലാണ് ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ. ഇനി ആവശ്യത്തിന് ഒരു ശക്കല ഉപ്പും കൂടെ ചേർക്കണം. ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ചാണ് ഇത് കുഴയ്ക്കുന്നത്. അതുകൊണ്ട് ഇതൊന്ന് കട്ടാക്കും കേട്ടോ. ഒട്ടും വെള്ളമില്ലാതെ നല്ല രീതിയിൽ ഈ രീതിയിൽ കുഴച്ചെടുക്കണം. കയ്യിലെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടാൻ പാകത്തിന് നമ്മൾ കുഴച്ചെടുക്കണം. ആദ്യം നമ്മൾ കയ്യിൽ ഇച്ചിരി എണ്ണ തടവി കൊടുക്കുക. എന്നിട്ട് ഇതിനകത്തുനിന്ന് എടുത്തിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇത് ഉണ്ടാക്കാൻ എടുക്കാം. ഇത് 2 മുട്ട അടിച്ചു വെച്ചേക്കുന്നതാണ്. ഇതിനകത്തിട്ട് ഉരുട്ടി റൊട്ടിപ്പൊടിക്കകത്തിട്ട് ഒന്നോടെ പുരട്ടിയിട്ട് എണ്ണയ്ക്കകത്തിട്ട് ചുട്ടെടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, ആ ഷേപ്പിലോ വി ഷേപ്പിലോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കാം കേട്ടോ. പരത്തിയൊക്കെ ഉണ്ടാക്കാം. ഇതിന് എണ്ണയ്ക്കകത്തിട്ട് മൊരിച്ചെടുത്താൽ മതി. അപ്പം ഞാൻ ഇനി എണ്ണയ്ക്കകത്തിട്ട് മൊരിക്കാം. നന്നായിട്ട് ചൂടായി. ഞാൻ അതിലേക്ക് ഇത് വെച്ച് കൊടുക്കുകയാണ്. പെട്ടെന്ന് മൊരിയും കേട്ടോ. ഇത് ബ്രെഡ് അതിൻ്റെ ഇതായതുകൊണ്ട്, റസ്കിൻ്റെ പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് മൊരിയേ. മീഡിയം ഫ്ലെയിമിൽ മതി കേട്ടോ. ഞാനെല്ലാം ഒന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ടു. ഞാൻ എൻ്റെ ഒരു കൈ ക്യാമറ പിടിച്ചേക്കണോണ്ടാണ്. പെട്ടെന്ന് മൊരിയും. മീഡിയം ഫ്ലെയിമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ. ഇത് വെന്ത സാധനങ്ങളല്ലേ ഇതിനകത്തുള്ളൂ. മുട്ടയാണേലും ഉരുളക്കിഴങ്ങാണേലും എല്ലാം വെന്തത് തന്നെയാണ്. അപ്പൊ പിന്നെ നമ്മൾ പ്രത്യേകിച്ച് ഇത് ഒത്തിരി നേരം മൊരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിനൊരു ബ്രൗൺ കളറാകുമ്പോൾ നമ്മൾ എടുക്കുക. ടൊമാറ്റോ സോസിന്റെ കൂടെ കൂട്ടി നമുക്കിത് കഴിക്കാം. പക്ഷെ ഇതിന് ഒന്നും വേണ്ട, ചുമ്മാ കഴിക്കാനും ടേസ്റ്റ് കേട്ടോ. ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. എളുപ്പം ഉണ്ടാക്കാം. അധികം എണ്ണയൊന്നും കുടിക്കില്ല. അപ്പൊ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിക്കേ.